UDF, LDF നേതൃത്വങ്ങളെ വെല്ലുവിളിച്ചും VD സതീശനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചും നിലമ്പൂരിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച PV അൻവർ. ഹിറ്റ്ലറിസമാണ് കേരളത്തിലെ UDFിലെന്നും ഹിറ്റ്ലറിന്റെ രൂപം സതീശനിലുണ്ടെന്നും അൻവർ വിമർശിച്ചു. അൻവറിനെ അടുപ്പിക്കരുതെന്ന് സതീശനോട് പറഞ്ഞത് പിണറായി എന്നാണ് അൻവറിന്റെ പുതിയ ആരോപണം. സതീശൻ നയിച്ചാൽ 2026 UDF ജയിക്കില്ല. നിലമ്പൂരിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത് K. സുധാകരൻ ഉൾപ്പെടെ പല നേതാക്കളും അറിയാതെ എന്ന ആരോപണവും അൻവർ ഉന്നയിച്ചു കഴിഞ്ഞു. 2026 തെരഞ്ഞെടുപ്പിൽ ഒരു മുടക്കുമില്ലാതെ ഈ ഗവൺമെന്റ് തിരിച്ചു വരൂലേ? അതിന് ഞാൻ കൂട്ടു നിൽക്കണോ? അതല്ല, ഞങ്ങൾ മാറി നിന്നുകൊണ്ട് ഈ പിണറായിസത്തിനെതിരെ ആ മലയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ ഉൾപ്പെടുത്തി ഒരു പോരാട്ടം നടത്തി ഒരു 10-25,000 വോട്ട് എനിക്ക് ഏറ്റവും ചുരുങ്ങിയത് കിട്ടിയാൽ ഞാൻ ജയിക്കാൻ പോവാ. ഞാൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കിടക്കുക. അപ്പം 25,000 വോട്ട് എനിക്ക് കിട്ടിയാൽ എവിടെ പിണറായിസം? ചങ്കൂറ്റത്തോടെ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ പറ്റുക. 25,000 വോട്ട് ഞാൻ പറഞ്ഞ പിണറായിസത്തിനെതിരെ നിലമ്പൂരിലെ ജനങ്ങൾ പ്രതികരിച്ചത് കണ്ടോ? ഈ വോട്ടും UDFിൻ്റെ വോട്ടും കൂട്ടിയ വോട്ട്, അതാണ് പിണറായിസത്തിനെതിരെയുള്ള വോട്ട്. അവിടെ ഈ പിണറായിസത്തിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ മുന്നിൽ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന വലിയ ഒരു ബാരിക്കേഡ് നിൽക്കുക. ആ ബാരിക്കേഡിനെ മറികടക്കാൻ കഴിയില്ല. അപ്പം ഞാൻ അതിന് നിൽക്കണം. അതല്ല, എൻ്റെ വാതിൽ കൂടി അടച്ച് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ തെരഞ്ഞെടുപ്പ് വരും എന്ന് തുടങ്ങുന്ന ഘട്ടത്തിൽ ഈ വാതിൽ അടച്ചിട്ടുണ്ട്. ഈ കാര്യം കൂടി പ്രിയപ്പെട്ട UDFിൻ്റെ പ്രവർത്തകരും വോട്ടർമാരും നേതാക്കന്മാരും നിങ്ങൾ കേട്ടോ. ഞാൻ ഇദ്ദേഹം ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് മുഖം തരാതെ പോകുന്നത് എന്താണ് എന്ന് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോട് കൂടിയിട്ട് ഞാൻ ആലോചിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, എല്ലാം ഹൃദയം തൊട്ട് തീർന്നാണ്. അപ്പോഴാണ് 2-3 ദിവസമായിട്ടുള്ള എന്താ പറയുക, എന്തോ സംതിങ് ബിഹൈൻഡ് ദിസ് എന്നുള്ള ഫീലിംഗ് നമുക്ക് വരുന്നത്. ആ ഫീലിംഗ്, ആ ചർച്ച എത്തിയിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ, ജനങ്ങൾ, മലയോര കർഷകർ കൃത്യമായി കേട്ടോ. നിങ്ങൾ ആ ലോജിക്ക് ഞാൻ പറയുന്നത് ആലോചിച്ചോ? ഒരൊറ്റ ആളാണ്, സാക്ഷാൽ പിണറായി വിജയൻ. ഒറ്റക്കാരിയുള്ളൂ, അൻവറിനെ അടുപ്പിക്കരുത്, അൻവറിനെ അടുപ്പിക്കരുത്. ഇടനിലക്കാരാ സംസാരക്കാര്. അൻവറിനെ സഹകരിപ്പിക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ അവസാനിക്കാതെ അവ്യക്തത. അൻവറിന്റെ മുന്നിൽ വാതിലടച്ചുവെന്ന് ആവർത്തിച്ചു VD സതീശൻ. ഇനി UDFിൽ ആരും അൻവറുമായി ചർച്ച നടത്തില്ലെന്ന് VD സതീശൻ വ്യക്തമാക്കി. എന്നാൽ അൻവറിന്റെ മുന്നിൽ വാതിലടച്ചുവെന്നത് സതീശന്റെ മാത്രം അഭിപ്രായമാണെന്നായിരുന്നു UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണം. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരെ ഇന്നും വന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ആ വാതിലടച്ചു. ഞാൻ പറഞ്ഞില്ലേ, ചർച്ചയുടെ വാതിലുകൾ അടച്ചു. ഇനി ഒരു ചർച്ചയും ഒരാളും നടത്തില്ല. ആരെങ്കിലും വല്ല സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യക്തിപരമായ ബന്ധം കൊണ്ടാണ് സംസാരിക്കുന്നത്. UDF യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്, എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ ചർച്ചകളുടെ വാതിലുകൾ അടഞ്ഞു. ഈ ഒരു ചർച്ചയിൽ ഞങ്ങൾ വാതിൽ അടച്ചു എന്നും വാതിൽ തുറന്നു എന്നും ഒന്നും ഞങ്ങൾ പറയുന്നില്ല. അല്ലാതെ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞല്ലേ. ഞാൻ എന്റെ അഭിപ്രായം പറയുമ്പോൾ UDFിന്റെ അഭിപ്രായം എന്നുള്ള നിലയിൽ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. UDFിന്റെ അന്തിമമായ അഭിപ്രായം പറയാനുള്ള സമയമായില്ല. ആ അഭിപ്രായം പറയാനുള്ള സമയമാകുമ്പോൾ ഞാൻ പറയും. PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം UDFിനെ ബാധിക്കില്ലെന്ന് AP അനിൽകുമാർ. CPM-നകത്തുള്ള സർക്കാർ വിരുദ്ധ വോട്ടുകൾ അൻവർ പിടിച്ചാലും അത് ബാധിക്കുന്നത് LDFിനെയാണ്. ആര്യടൻ ഷൗക്കത്തിനെതിരെ നടത്തുന്ന അധിക്ഷേപങ്ങൾ വിശ്വാസിക്ക് ചേർന്നതല്ല എന്നും അൻവറിനെ കൂടെ കൂട്ടാൻ പരമാവധി ശ്രമിച്ചെന്നും AP അനിൽകുമാർ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം UDFിന് യാതൊരു രീതിയിലും ബാധിക്കില്ല. CPM-നകത്തുള്ള സർക്കാർ വിരുദ്ധ വോട്ടുകൾ അത് അൻവർ മത്സരിക്കുമ്പോൾ അൻവറിന് ലഭിച്ചേക്കും. തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ഥാനാർത്ഥികൾ അധിക്ഷേപിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാൻ കാണില്ലേ, അതൊരു നല്ല പ്രവണതല്ല എന്നുള്ളതാണ് ആദ്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ആര്യാടൻ ഷൗക്കത്ത് എത്രയോ വർഷങ്ങളായി ഇവിടെ പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. അൻവർ വിഷയം അവസാനിച്ചെന്ന് PK കുഞ്ഞാലിക്കുട്ടി. വിഷയത്തിൽ കോൺഗ്രസിനൊപ്പമാണ് ലീഗ്. LDFും UDFും തമ്മിലാണ് മത്സരമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇപ്പോൾ ഇവിടെ അവിടെ LDF UDF മത്സരമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ UDFിൻ്റെ സ്ഥാനാർത്ഥിയെ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കാനുള്ള സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യാൻ വേണ്ടി
ഭാരവാഹികൾ, ചുമതലയുള്ളവർ, MLA-മാർ എല്ലാവരുടെ യോഗം ഞങ്ങൾ വിളിച്ചിരിക്കുകയാണ്. വേറെ ഒരു അജണ്ടയില്ല. ഈ സ്ട്രാറ്റജിയിൽ അൻവറിനെയും കൂടി പരിഗണിച്ചിട്ടുള്ള സ്ട്രാറ്റജിയാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയമായിട്ട് നടക്കാം. ഞങ്ങൾക്ക് ആ വിഷയം ക്ലോസ്ഡ് ആണ്. ഞങ്ങൾക്ക് ഇനി ഇവിടെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്. അൻവർ മത്സരിച്ചാലും ഇല്ലെങ്കിലും നിലമ്പൂരിൽ LDF വിജയിക്കുമെന്ന് MP ഗോവിന്ദൻ. അൻവർ നിലനിൽക്കാൻ ആവശ്യമായ സ്പേസ് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. UDF സ്ഥാനാർത്ഥി എന്തുകൊണ്ട് തോൽക്കുമെന്നും എന്നുവരെ അൻവർ വ്യക്തമാക്കുന്നുവെന്നും MP ഗോവിന്ദൻ. അദ്ദേഹത്തിന് നിലനിൽക്കാനുള്ള ഒരു സ്പേസ് അദ്ദേഹം കണ്ടെത്തുകയാണ്. അല്ല, മത്സരിക്കുന്നതിന് ഞങ്ങൾ പറഞ്ഞിട്ടാണ് മത്സരിക്കുന്നത്. അദ്ദേഹം ഒരു പാർട്ടിയുടെ നേതാവ്, അദ്ദേഹം മത്സരിക്കുന്നു. ഞങ്ങൾക്ക് മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും എല്ലാം ഇടതുപക്ഷ ജനാധിപത്യ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ഒരു പ്രയാസമില്ല. അദ്ദേഹത്തിന് പരിപൂർണമായ പിന്തുണ കൊടുത്തുകൊണ്ടിരുന്നത് UDF ആണ്. UDF-നും പ്രത്യേകിച്ച് കോൺഗ്രസ്. ആ കോൺഗ്രസ് അദ്ദേഹത്തിനെതിരായിട്ട് അതിശക്തിയായിട്ട് ഗൂഢാലോചന നടത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി നിർത്തിയില്ല എന്ന് മാത്രമല്ല, ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ലാതെ നിരവധിയായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി നിർത്തി എന്നും അദ്ദേഹം പറയുകയാണ്.